മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠരുടെ മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്ക് എൻ്റെ വിനീത നമസ്കാരം. വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ പങ്കിനെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി സംസാരിക്കാൻ കേൾപ്പുള്ള രണ്ട് സ്വാമിമാരെൻ്റെ മുമ്പിലുണ്ട്. ഈയൊരു പരിപാടി, ഈ ഒരു ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു പ്രശസ്തമായൊരു വചനം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വാചകമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തന്നെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ആ പ്രദേശത്തെ ഒരു ജയിൽ അടച്ചു പൂട്ടാം. ഇതാരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബദ്ധമായൊരു, ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം എത്ര വേദികളിൽ കേട്ടിട്ടുണ്ട്. ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ടല്ലെങ്കിലും ഏകദേശം ഒരു ധാരണ കൊടുക്കുന്ന ഒരു വാക്യമാണിത്. ആരാണെന്നറിയാമോ? അത് വിക്ടർ ഹ്യൂഗോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ ഒരു വാക്കുകളിലേക്ക് നമുക്ക് മനസ്സിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല. ഒരു അസാധാരണമായൊരു തലം ഈ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് മുമ്പിൽ ഉണ്ട്, അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനകത്തെല്ലാം ഉണ്ട്. അതായത് ഒരു സ്കൂൾ തുടങ്ങിയാൽ ഒരു ജയിൽ പൂട്ടാം എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവത്തെ സംബന്ധിച്ച ഒരു കാര്യമാണ്. ആ സ്വഭാവത്തിലുണ്ടാക്കുന്ന പരിവർത്തനത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രക്രിയയാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊരു ആധ്യാത്മിക വ്യക്തിത്വമൊന്നുമല്ല ഈ വിക്ടർ ഹ്യൂഗോ. അപ്പം അദ്ദേഹം പോലും അത്തരത്തിലാണ് അത് ഈ ഒരു പ്രക്രിയയെ കാണുന്നത് എങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മാണമാണ്, മനുഷ്യരെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഒരു മനുഷ്യനെ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും? നമ്മളൊക്കെ ഈ മൃഗീയമായ തലത്തിൽ കഴിയുന്നവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ മനുഷ്യരെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും, മനുഷ്യരെ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു ആശയമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ഉള്ളിൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഒരു വിദ്യാലയത്തെ നല്ലൊരു വിദ്യാലയമായിട്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നല്ല വിദ്യാലയമാണത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിദ്യാലയത്തെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നത്? റിസൾട്ട്. പിന്നെ ചിലർ അത് എത്ര നല്ല സ്കൂളാണ്, നല്ല ബിൽഡിങ് അല്ലേ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ അവിടെ
ഒരു കാലടിക്കടുത്ത് ടോളിൻസ് വേൾഡ് സ്കൂളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് ഹൗസ് പോലെയാണ്. ഞാൻ അതിൻ്റെ ഇനാഗുറേഷന് പോയിരുന്നു. അക്ഷരാർത്ഥത്തിലൊരു വൈറ്റ് ഹൗസാണ്. അങ്ങനൊരു ബിൽഡിങ്ങാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു സ്ഥാപനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കല്ലും കട്ടയും സിമെൻറ്റുമാണ്. അതൊരു ഒരു ജീവനുള്ള അതിൻ്റെ ഒരു തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലോ, ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന സ്ഥാപനങ്ങൾ IIT ആണ്. പല എൻജിനീയറിംഗ് കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. അത്രയൊന്നുമില്ല. ഈയിടെ രസകരമായൊരു സംഭവം, ഈ IIT പഠിക്കുന്ന പലയിടത്തും IIT ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് പല കാരണങ്ങളുമുണ്ട്. അവിടുത്തെ സ്ട്രെസ്സും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് അവർ നിർദ്ദേശിച്ചൊരു കാര്യം, എന്താണ് പരിഹാരം വേണ്ടത്? അവർ പറഞ്ഞത് ഈ ഫാനിൻ്റെ അളവ് കുറയ്ക്കുക. അത്രയും ഭാരമുള്ള ഫാന് വേണ്ട, അപ്പോൾ തൂങ്ങാൻ പറ്റില്ലല്ലോ. അത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ക്ലാസ് കൊടുക്കുക, ഒരു കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതല്ല. ഫാനിൻ്റെ അളവ് കുറയ്ക്കുക, അത്രയും ഭാരമുള്ള ഫാൻ വേണ്ടാന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ പറയുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലും ഒക്കെ എടുത്തൊരു നിലപാടാണ്. അപ്പം ഞാനിവിടെ ഈ IIT പഠിക്കുന്ന പലരോടും ചോദിച്ചു, ഇത്രമാത്രം സ്ട്രെസ് എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നത്? അപ്പോൾ പല കാരണങ്ങളും അവർ എന്നോട് പറയുകയുണ്ടായി. അപ്പം ഈ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ വെച്ചുകൊണ്ടാണോ നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അളക്കുന്നത്? ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ശാന്തിനികേതൻ, അവിടെയൊക്കെ കെട്ടിടം പോലും ഇല്ല, ഒരു ഓപ്പൺ സ്പേസിലാണ് അവിടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. അപ്പം അതൊന്നുമല്ല എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും അവർ തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് അധ്യാപകർ കൊടുക്കുന്ന പരിശീലനം, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നും എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് അവർ കൊടുക്കുന്ന ആശയങ്ങളെ സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തെ നമ്മൾ വിലയിരുത്തുന്നത്. ഈ അധ്യാപകരുടെ കർത്തവ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വലിയ ശ്ലോകം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വ മേധയ പാദം സബ്രഹ്മ്യചാരിഭ്യ പാദം കാലക്രമേണ. അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നും പഠിച്ചെടുക്കുന്നത്. ഒരു 25% മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് കൂട്ടത്തിൽ പഠിക്കുന്ന ആളുകളുമായിട്ട്, വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാകുന്നത്, ഒരു 50%. പിന്നെ മൂന്നാമത് നിങ്ങളുടെ ചിന്ത കൊണ്ട് ഓരോ വിദ്യാർത്ഥിയും അവർ മനസ്സിലാക്കിയെടുക്കുന്ന രീതികൾ വെച്ചുകൊണ്ട് അവരെത്രത്തോളം ആഴത്തിൽ അതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 75% ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറുന്നത്. ഇനി 25% എങ്ങനെയാണ് കാലക്രമത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ നിരന്തരമായ പ്രക്രിയയാണ്, ജീവിതം മുഴുവൻ നീളുന്ന ഒരു പ്രക്രിയയാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പറയുന്നത്, ഞാൻ പഠിക്കാൻ കഴിയുന്നിടത്തോളം കാലം പഠിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇത് അവസാനം വരെ നീളുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ജീവിതം മുഴുവൻ നമ്മളൊരു വിദ്യാർത്ഥിയായി തീരേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിയായി എക്കാലവും ജീവിക്കാനുള്ള ഒരു വ്രതമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെയാണ് ഒരു അധ്യാപകൻ്റെ കർത്തവ്യം എന്താണ്. കുട്ടികളെ
വാർത്തെടുക്കുന്നതിൽ ഒരു അധ്യാപകൻ്റെ കർത്തവ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോൾ അതൊരു ഒരു ഒരു ചെടി വളർത്തുന്നത് പോലെയാണ്. ആ ചെടി വളരുക എന്നുള്ളത് ആ ചെടി തന്നെ ചെടിയുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതിനകത്തൊന്നും ആർക്കും ഒന്നും കടന്നു ചെല്ലാൻ സാധിക്കില്ല. പക്ഷേ ഉചിതമായ സമയത്ത് വളമിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും, വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ നൽകാൻ സാധിക്കും. എന്നതുപോലെ നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉചിതമായ രീതിയിൽ ആശയങ്ങളെ നൽകുകയാണ് എങ്കിൽ അവരോരോരുത്തരും അവരുടെ കഴിവുകളെ മുഴുവൻ വികസിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതായ കാര്യമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള അപാരമായ സാധ്യതകളെക്കുറിച്ചും. ഓരോ വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ അപാരമായ സാധ്യതകളുണ്ട് എന്നുള്ള ആശയത്തെയാണ് അവരുടെ മുമ്പിൽ നാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. സാധാരണ സാധ്യതകൾ മാത്രമല്ല, അവരുടെ ഉള്ളിൽ എല്ലാവിധ സാധ്യതകളും ഉറങ്ങിക്കിടക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ തന്നെ വിദ്യാഭ്യാസത്തിന് കൊടുത്തിട്ടുള്ള ഒരു നിർവചനം അതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും പൂർണ്ണരാണ്. അവിടെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. അതിനെ ആവിഷ്കരിച്ചെടുക്കുന്നതിൽ നമുക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ആ പൂർണ്ണതയെ ആവിഷ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. അങ്ങനെ ഉള്ളിലുള്ള പൂർണ്ണതയെ ആവിഷ്കരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ഒരു കാരണമായി മാറാൻ സാധിക്കും അധ്യാപകർക്ക്. അപ്പോൾ അതായത് ആ വെള്ളവും വളവും സൂര്യപ്രകാശവും ഒക്കെ വേണ്ട രീതിയിൽ നൽകുക എന്നുള്ള വലിയൊരു കർത്തവ്യമാണ് അധ്യാപകരിൽ നിക്ഷിപ്തമായിരിക്കും. ഈ ഉള്ളിലുറങ്ങുന്ന സാധ്യതകൾ എന്ന് പറയുമ്പോൾ വളരെ രസകരമായൊരു സംഭവം ഞാൻ ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട്. അദ്ദേഹം കറുത്തവർഗക്കാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന വലിയൊരു പ്രതിഭയായിരുന്നു. അന്നത്തെ കാലത്ത് അമേരിക്ക അത്തരത്തിലുള്ള പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക, തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ വർണ്ണവിവേചനം. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്നുണ്ട്, വിവേകാനന്ദ സ്വാമികളൊക്കെ അന്ന് അവിടെ അമേരിക്കയിൽ പോയപ്പോൾ പ്രത്യേക ഹോട്ടലുകളുണ്ടത്രേ. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ഹോട്ടലുകൾ, വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പ്രത്യേക ഹോട്ടലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിവേകാനന്ദ സ്വാമികൾ എവിടെ കയറണം എന്നതിനെ കുറിച്ചൊക്കെ അവിടെയൊക്കെ ഡിസ്കഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു അത്രേ, നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വെളുത്ത വർഗ്ഗക്കാരുടെ ഹോട്ടലുകളിൽ കയറാൻ എല്ലാവിധ അനുമതിയുമുണ്ട് എന്ന് സൂചിപ്പിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, മറ്റൊരാളെയും താഴ്ത്തിയിട്ട് എനിക്ക് വലിയവനാകണ്ട എന്ന് പറഞ്ഞിട്ട് കറുത്തവർഗ്ഗക്കാരുടെ ഹോട്ടലിലേക്കാണ് വിവേകാനന്ദ സ്വാമികൾ പോയത്. അപ്പോൾ അന്നൊക്കെ വളരെയധികം ഈ വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ് ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കൊണ്ട് അച്ഛൻ പെരുന്നാളിന് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്, പ്രത്യേകിച്ച് ബലൂൺ കച്ചവടക്കാർ. അപ്പോൾ ബലൂൺ കണ്ടതോടുകൂടി ഈ മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ്, കുട്ടിയായ മാർട്ടിൻ ലൂതർ കിങ് സെക്കൻഡ് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞു. ആ ആളുടെ ഈ പൈസയൊന്നും ഇല്ല, അച്ഛൻ്റെ ഈ പൈസ ഇല്ല. അപ്പം ഇങ്ങനെ ഓരോ ബലൂണുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് ഈ കുട്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബലൂണുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടികളും ഇത് വാങ്ങിയിട്ട് ഇത് പറത്തി മുകളിലേക്ക് വിടുന്നത് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, ഈ മഞ്ഞ ബലൂൺ, അതായത് ഈ ഒരു ചുവന്ന ബലൂൺ വാങ്ങിയ കുട്ടി ഇങ്ങനെ പറത്തി മുകളിലേക്ക് വിടുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സംശയം എന്താ, മഞ്ഞ ബലൂൺ ഇങ്ങനെ പാറി മുകളിലേക്ക് പറന്നു പൊങ്ങുമോ എന്നാണ് സംശയം. അപ്പോൾ ഇത് കേട്ട ഈ ബലൂൺ കച്ചവടക്കാരൻ എന്ത് ചെയ്തു,
ഒരു മഞ്ഞ ബലൂൺ അടുത്ത് വരുന്ന ആളിനെ കൊടുത്തിട്ട് ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു. മഞ്ഞ ബലൂൺ ഇങ്ങനെ പാറിപ്പൊങ്ങി പറക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അടുത്ത സംശയം എന്താണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ നീല ബലൂൺ പാറിപ്പൊങ്ങി പറക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ സംശയങ്ങളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സംശയം എന്താണ്? വെള്ള ബലൂൺ പൊങ്ങി പറന്നു പോകുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും വെള്ള ബലൂൺ ഇങ്ങനെ പറന്നു പൊങ്ങുന്നത് കണ്ടു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താണ്? കറുത്ത ബലൂൺ ഇങ്ങനെ പൊങ്ങി പറന്നു പോവുമോ? അപ്പോൾ അതിനുത്തരമായിട്ട് ഈ ബലൂൺ കച്ചവടക്കാരൻ പറഞ്ഞു, മോനെ, ഇത് നിറം അനുസരിച്ചല്ല ഇത് പൊങ്ങി പറന്നു പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് പറന്നു പൊങ്ങുന്നത്. അപ്പോൾ ആ കുട്ടിക്കത് വലിയ വെളിച്ചമായി തീർന്നു. എന്താണ്? പുറത്തെ നിറമോ സാഹചര്യങ്ങളോ ഒന്നുമല്ല ഉയരാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും, ഈ ബലൂണിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ എന്നതുപോലെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്, അല്ലെ കഴിവുകളുണ്ട്. അതിനെ ഉണർത്തിയെടുത്താൽ ആർക്കും പൊങ്ങി പറന്നു പോകാം, അല്ലെങ്കിൽ ആർക്കും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും എന്നുള്ളൊരു ആശയം ആ കുട്ടിയിൽ അങ്കുരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം വളരെ വലിയൊരു നേതാവായി തീർന്നു, ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നു. അപ്പോൾ ആൾ വെളിപ്പെടുത്തിയതാണ്, ഈ ഒരു കാഴ്ചയാണ് എന്നെ ഇത്തരത്തിൽ ഉയരുന്നതിന് പ്രേരണയായി തീർന്നിട്ടുള്ളത്. എൻ്റെ ഉള്ളിൽ എല്ലാ കഴിവുകളുമുണ്ട്, അത് ഉണർത്തിയെടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ആശയം ആ മാർട്ടിൻ ലൂതർ കിങ്ങിന് മനസ്സിലായത്, ബോധ്യപ്പെട്ടത്, പ്രേരണയായി തീർന്നത് ഈ ഒരു ബലൂൺ കച്ചവടക്കാരൻ്റെ കച്ചവടം കണ്ടിട്ടാണ്. അപ്പം ഇത്തരത്തിലൊരു പ്രേരണയായി തീരണം വിദ്യാഭ്യാസം. ഓരോരുത്തരുടെ ഉള്ളിലുള്ള പരിപൂർണതയെ ആവിഷ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രേരണാസ്രോതസ്സായി തീരണം എന്നുള്ള വലിയൊരു ആശയമാണ് വിവേകാനന്ദ സ്വാമികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇത്രമാത്രം കഴിവുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച്, നമ്മുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവും. നമ്മുടെ മുമ്പിലുള്ള ഒരു കുട്ടിയെ നമ്മൾ വെറും ശരീരമായിട്ട് കാണുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ ആ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. വെറും ഒരു ശരീരമാണ് എന്ന് വരികിൽ ഏതാനും വർഷങ്ങൾ ഇവിടെ ജീവിച്ച് മണ്ണടിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായി തീരും, അല്ലേ? ഏതാനും വർഷങ്ങൾ ഇവിടെ ജീവിച്ച് മണ്ണടിഞ്ഞു പോകുന്ന വ്യക്തികളല്ല നമ്മൾ. അതിൻ്റെ പിന്നിൽ പല കഴിവുകൾ, അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പല വശങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഭാരതീയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയെ തന്നെ പിന്തുടരേണ്ടതുണ്ട്. ഈ ശരീരത്തിന് പിന്നിൽ എന്താണുള്ളത്? ഒരു അന്ധഃകരണമുണ്ട്. ഞാനിതിൻ്റെ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല, കാരണം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷനൊക്കെ തോന്നാം. അപ്പോൾ ശരീരത്തിന് പിന്നിൽ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം എന്താണ്? ആ ചൈതന്യത്തെയാണ് മനസ്സായിട്ടും ബുദ്ധിയായിട്ടും അഹങ്കാരമായിട്ടും ചിത്തമായിട്ടും മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ശരീരത്തിന് പിന്നിൽ എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് ഒരു വ്യക്തിയിലുള്ള ഫാക്കൽറ്റിയെക്കുറിച്ച്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, ഒരു വ്യക്തിയിലുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുമ്പോൾ മാത്രമേ അതെങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പിന്നിലുള്ള മനസ്സ്. നമ്മൾ സംശയിക്കുമ്പോൾ, നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഒക്കെയാണ് ഈ മനസ്സ് കൂടുതൽ നമുക്ക് കാണാൻ, മനസ്സിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഊർജിതമായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. നമ്മൾ വികാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംശയിക്കുമ്പോൾ ഒക്കെ
നമ്മുടെ ഈ ചൈതന്യത്തെ നമുക്ക് മനസ്സായിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഇനി നമ്മൾ തീരുമാനത്തിൻ്റെ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ അതിനെ നമ്മൾ ബുദ്ധി എന്ന് പറയും. മനസ്സ്, ബുദ്ധി, പിന്നെ അഹങ്കാരം. നമ്മൾ അഭിമാനിക്കുമ്പോൾ ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ഇന്ന ജോലിക്കാരനാണ് എന്നുള്ളതിൽ അഭിമാനിക്കുമ്പോൾ, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഇത് വേദാന്തമാണ്. അഹങ്കരിക്കുമ്പോൾ, അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളം വേർഡല്ല, സംസ്കൃത വേർഡാണ്. അഹങ്കാരം, അഹങ്കാരം എന്ന് വെച്ചാൽ അഭിമാനിക്കലാണ്. ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ഇന്ന ജോലിക്കാരനാണ് എന്നുള്ള നിലയിൽ അഭിമാനിക്കുമ്പോഴാണ് അഹങ്കാരം നമ്മുടെ വ്യക്തിത്വത്തിൽ പരിഗണിക്കേണ്ടതായി വരുന്നത്. ഇനിയും നമ്മൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ ചിത്തം എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് പിന്നിലുള്ള ചൈതന്യം അത് ഓർത്തെടുക്കുമ്പോൾ അതിനെ ചിത്തം എന്ന് പറയും. ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്. ഇതിൽ ഏറ്റവും വലിയ രസം, ഇന്നത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ ബുദ്ധിയെ മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പം അതിൻ്റെ നിങ്ങൾ കുറവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബുദ്ധിയെ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ വിവേകാനന്ദ സ്വാമികൾ അഭിസംബോധന ചെയ്യുന്നത് വിവരശേഖരണം മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മിക്കവാറും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളുടെ, വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ നമ്മുടെ അധ്യാപകർ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ മുമ്പിലുള്ളത്. ഞാനൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ വ്യക്തിത്വത്തെ, ഒരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ മുമ്പിൽ വെച്ച ഒരു ഐഡിയൽ, ഒരു ആദർശമെന്ന് പറയുന്നത് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസമാണ്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഈ 4 ഫാക്കൽറ്റികളെയും ഈ 4 കഴിവുകളെയും വികസിപ്പിച്ചെടുക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിത്വത്തിൻ്റെ 4 ഭാഗങ്ങളെയും വികസിപ്പിച്ചെടുക്കുവാനുള്ള സംവിധാനമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിത്തം. ഓർമ്മിച്ചെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഓർമ്മിച്ചെടുക്കുവാനുള്ള കഴിവിനെയാണ് ഈ ചിത്തം എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുക. മനപ്പാഠമാക്കുക. നമുക്കിപ്പോൾ ഗുണനപ്പട്ടിക നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ ആ ചിത്തത്തെ മനപ്പാഠം ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് എങ്ങനെയാണ് സാധിച്ചിരുന്നത്? അവരെല്ലാ ഗ്രന്ഥങ്ങളും, വേദങ്ങളാണെങ്കിൽ തന്നെ ഇവരൊക്കെ ഇത് കാണാപ്പാഠം പഠിക്കുകയാണ് ആദ്യം ചെയ്യുക. അപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂരിൽ ഒരു ബ്രഹ്മസ്വം മഠമുണ്ട്. ആ ബ്രഹ്മസ്വം മഠത്തിൽ അവർ 8 വർഷമാണ് ആ കുട്ടികൾ വേദം പഠിക്കുന്നത്. അവർ കാണാപ്പാഠം പഠിക്കുകയാണ്. ഋഗ്വേദം ഉൾപ്പെടെ ഉള്ള ഗ്രന്ഥങ്ങൾ അവർ കാണാപ്പാഠം പഠിക്കുകയാണ്. EMS നമ്പൂതിരിപ്പാടൊക്കെ വേദം പഠിച്ചത് അവിടെ നിന്നാണ്, ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുമാണ്. മാത്രമല്ല, ആർണോസ് പാതിരി എന്ന് പറയുന്ന ഒരു മിഷണറി 100-600 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതം പഠിച്ചത് ഈ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുമാണ്. നോക്കണം, അദ്ദേഹം 35 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ആർണോസ് പാതിരി ജർമ്മൻകാരനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് സംസ്കൃതവും മലയാളവും പഠിച്ചു. എന്നിട്ട് സംസ്കൃതത്തിൽ നിഘണ്ടു രചിച്ചു. ആലോചിച്ച് നോക്കൂ, ഒരു ജർമ്മൻകാരൻ കേരളത്തിൽ വന്നിട്ട് മലയാളം പഠിച്ചിട്ട് മലയാളം നിഘണ്ടു എഴുതി, സംസ്കൃത നിഘണ്ടു രചിച്ചു. അദ്ദേഹം ഈ ബ്രഹ്മസ്വം മഠത്തിലാണ് പഠിച്ചത്. അപ്പോൾ EMS നമ്പൂതിരിപ്പാടൊക്കെ വേദം പഠിച്ചത് അവിടെ നിന്നാണ്. പക്ഷേ ഇവർ കാണാപ്പാഠം പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥമൊന്നും പഠിക്കുന്നില്ല. EMS നമ്പൂതിരിപ്പാട് വേദം പഠിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേദാന്തവും തത്വമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അദ്ദേഹത്തിന് വേദത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിനെ അടുത്തറിയാവുന്നവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചൊല്ലാനും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു. അപ്പം ഈ മനപ്പാഠം, കാണാപ്പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ ചിത്തമെന്ന് പറയുന്ന ഓർമ്മശക്തി, ആ ചിത്തത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും ഓർമ്മശക്തിയെ നമുക്ക് വളർത്തിയെടുക്കുവാനും സാധിച്ചിരുന്നു.
ഇനിയും 2 എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അവനവൻ്റെ ബുദ്ധിയെ നമ്മൾ മുമ്പേ ഒരു ശ്ലോകം ഇവിടെ ചൊല്ലിയിരുന്നു, പാദം ശിഷ്യസ്യ മേധയ. അതായത് അവനവൻ്റെ മേധയെ അവൻ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സംവാദങ്ങളിലൂടെ, ചർച്ചയിലൂടെ, വിവരശേഖരണങ്ങളിലൂടെ, ശാസ്ത്ര പഠനത്തിലൂടെ ഒക്കെ ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുവാനുള്ള സംവിധാനം ഗുരുകുല സമ്പ്രദായത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വേദങ്ങളിലൊക്കെ വിദ്വത് സദസ്സുകളൊക്കെ നടക്കും. കേരളത്തിന് വെളിയിലേക്ക് ശൃംഗേരി മഠത്തിൽ അല്ലെങ്കിൽ കുംഭമേളയിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ 3-4 സ്ഥലങ്ങളിലാണ് വിദ്വത് സദസ്സുകൾ നടന്നിരുന്നത്. ഒരു സ്ഥലത്ത് ഋഗ്വേദത്തെക്കുറിച്ചുള്ള വിദ്വത് സദസ്സ്, മറ്റൊരിടത്ത് വേദാന്തത്തെക്കുറിച്ചുള്ള വിദ്വത് സദസ്സ്. അവരെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ടാണ് ഇങ്ങനെ ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ശാസ്ത്രത്തെ ഇഴകീറി പഠിക്കും. അപ്പോൾ സംസ്കൃതത്തിലാണ് അവരിതെല്ലാം കാണാപ്പാഠം പഠിച്ചിരിക്കുക, പുസ്തകത്തിൽ നോക്കിയൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇവർ എത്രമാത്രം ഓർമ്മശക്തിയാണ് ഇവർ നേടിയിരിക്കുന്നത്, അവരുടെ സംവാദത്തിനുള്ള ആ ശക്തി എത്രത്തോളം അവർക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന്. ഇനി 3-ാമത്തെ കാര്യം മനസ്സാണ്. മനസ്സിനെ എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും? മനസ്സ് നമ്മൾ വികാരപ്പെടുമ്പോൾ, സംശയിക്കുമ്പോൾ ഒക്കെയാണ് മനസ്സ് പരിഗണനയ്ക്ക് വിധേയമാകുന്നത്, വികാരപ്പെടുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പം നമ്മൾ എല്ലാ കുട്ടികളുടെയും മുമ്പിൽ ഓരോ ലക്ഷ്യങ്ങൾ വെക്കാറുണ്ട്. IAS നേടണം, അല്ലെ ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അറ്റ്ലീസ്റ്റ് ടീച്ചർ ആവണം എന്നെങ്കിലും അവരുടെ മുമ്പിൽ വെക്കാറുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അവർക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ IAS ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു, MBBS 2-ാമത്തെ വർഷം 3 പേപ്പറുകൾ പരാജയപ്പെട്ടു, 3 പേപ്പറിൽ പരാജയപ്പെട്ടു. ഇതിനെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കുട്ടികൾ പരാജയപ്പെടുമ്പോൾ, അവർ ദുഃഖങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അതിനെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തീരണം. ദൗർബല്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, ഇന്ന് നമുക്കറിയാം MDMAക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് മിക്കവാറും കലാലയങ്ങൾ, ക്യാമ്പസുകൾ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ അടുത്താണ് കേരളവർമ്മ കോളേജ്. വടകരയിൽ നിന്നുള്ള പല കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, നമുക്കറിയാം. ആ കേരളവർമ്മ കോളേജിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അവിടെ അധ്യാപകർ തന്നെ പറയുന്നു, ഒരു 60% കുട്ടികൾ ഇതിനൊക്കെ അടിമകളാണ്, പെൺകുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ ഈ നമ്മുടെ തന്നെ ദൗർബല്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരാജിതരാകുമ്പോൾ, MBBS ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ, എൻജിനീയറിംഗിന് ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് അതിനെ അത്തരത്തിലുള്ള പരാജയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ദുഃഖത്തിന് അടിമപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖത്തോടൊപ്പം തന്നെ ദുഃഖവും വരും. അപ്പം നമ്മളുടെ മനസ്സിനെ നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ജീവിത വിജയം. നമ്മുടെ ദൗർബല്യങ്ങളെയും പരാജയങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശീലനം നമ്മൾ സിദ്ധിച്ചിരിക്കേണ്ടതാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടതാണ്. ഇപ്പം തന്നെ ദുഃഖങ്ങൾ നമുക്കറിയാം. ഈ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ക്രിക്കറ്റർ ശ്രീശാന്തുമായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഈ തീഹാർ ജയിലിലേക്ക് പോയ ഒരു അവസ്ഥയുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ അഭിമാനമായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി പിറ്റേന്ന് തീഹാർ ജയിലിലേക്ക് പോവാണ്. തീഹാർ ജയിലിലുള്ള അവസ്ഥയെപ്പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കണം. ഇരുട്ടടി ഉറപ്പാണ്. ഏത് VIP വന്നാലും ഇരുട്ടടി ഉറപ്പാണ്. നരസിംഹറാവൊക്കെ മരിച്ചത് ഇരുട്ടടി കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു VIP വരാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് എനിക്ക് കരാട്ടെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇന്നലെ വരെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അഭിമാനമായി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തി തീഹാർ ജയിലിലേക്ക് ഇത്തരം ഇരുട്ടടിക്ക് വിധേയമായിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന്
എല്ലാ സാധ്യതകളുണ്ട് അങ്ങനെ ഒരു വ്യക്തി. അപ്പം അത്തരത്തിലുള്ള പരാജയങ്ങളെ നമുക്ക് നേരിടാൻ എങ്ങനെ സാധിക്കും? ഒരാൾ MBBS പോയി പരാജയപ്പെടുന്നു, ഒരാൾ ലഹരിക്ക് അടിമപ്പെടുന്നു. എങ്ങനെ ഇതിനെ നമുക്ക് നേരിടാൻ പരിശീലനം കൊടുക്കാൻ സാധിക്കും? ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കാൻ സാധിക്കണം. അതിനെപ്പറ്റിയാണ് നമ്മൾ രാവിലെ വിശദീകരിച്ചത്. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരിക്കണം. നമ്മുടെ രാവിലെ വൈകിട്ട് സന്ധ്യാസമയങ്ങളിൽ നാമജപമൊക്കെ പരിശീലിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ മനസ്സ് നമുക്ക് വിധേയപ്പെട്ടിരിക്കണം. എന്തു വന്നാലും നേരിടാൻ പര്യാപ്തമായ രീതിയിൽ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കണം. അതിനുള്ള ഉപായമാണ് ഈ ക്ഷേത്രങ്ങൾ, നാമജപം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യൽ. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുകുല സമ്പ്രദായങ്ങളിൽ നടന്നിരുന്നു. ഇനിയും അപ്പം ഞാൻ സംസാരിച്ചത് 1 ചിത്തത്തെക്കുറിച്ച്, 2ാമത്തേത് ബുദ്ധിയെക്കുറിച്ച്, 3 മനസ്സിനെക്കുറിച്ച്, അഹങ്കാരം. അഹങ്കാരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇത് സംസ്കൃത വേർഡാണ്, അഭിമാനിക്കുക. നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു കഴിവാണ് അഭിമാനിക്കൽ. ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ഇന്ന ജോലിക്കാരനാണ് എന്നുള്ള നിലയിലൊക്കെ കരുതുമ്പോഴാണ് അത് അഭിമാനമായി തീരുന്നത്. അപ്പം ഇന്നയാളുടെ മകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നയാളുടെ നീ ഒരു ജഡ്ജിയുടെ മകനാണ്, ആ വലിയൊരു പൈതൃകം നിനക്കുണ്ട്. തന്നെ സുപ്രീം കോടതിയിലൊക്കെ മിക്കവാറും ജഡ്ജിമാരുടെ മക്കളാണ് അവിടുത്തെ ജഡ്ജിമാരായി വരുന്നതെന്ന് ഒരു അപവാദമുണ്ട്. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള ഒരു പൈതൃകം, ഒരു കഴിവുള്ള ഒരു വ്യക്തിയുടെ മകനായി തീരാൻ അത്തരത്തിൽ കഴിവുകളിലേക്ക് നമുക്ക് ഉയരേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഭരണാധികാരികളായി. അപ്പം ആ പൈതൃകമാണ് അദ്ദേഹത്തിന് തുടരേണ്ടതായിട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി വിലയിരുത്തപ്പെടുന്നത്. ഇതിനപ്പുറത്ത് ഞാൻ ആരാണെന്നുള്ള ഒരു അഭിമാനം, അതാണ് വേദാന്തം അഡ്രസ്സ് ചെയ്യുന്നത്. വേദാന്തം അഭിസംബോധന ചെയ്യുന്നത് ഞാൻ ആരാണ് എന്നുള്ള ഒരു അഭിമാനമാണ്. ഞാൻ ആരാണ്? ആത്യന്തികമായി നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും, ആത്മാഭിമാനം. ഓരോരുത്തർക്കും ആത്മാഭിമാനം ഉണ്ടാകുന്ന എന്താണ്? ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. അവിടെ ദുഃഖത്തിനോ ദൗർബല്യത്തിനോ ഒന്നും അടിസ്ഥാനമില്ല. ആ ഒരു കൃത്യമായ ആശയത്തെയാണ് വേദാന്തം ഒരു വ്യക്തിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഞാൻ ആര്? ഞാൻ ആരാണെന്നറിയുമ്പോൾ ആത്മാഭിമാനത്തിന് കാരണമായി തീരും. അത് ആത്മാഭിമാനത്തിന് കാരണമായി തീരും, സെൽഫ് റെസ്പെക്റ്റ്. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് നിങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമ്പോൾ എൻ്റെ ഉള്ളിൽ വിനയം ഉണ്ടാവും. അപ്പോൾ ആത്മാഭിമാനത്തിൻ്റെ 2ാമത്തെ പരിവർത്തനമാണ് വിനയം. എൻ്റെ ഉള്ളിലൊരു അഭിമാനം എന്ന് പറയുമ്പോൾ രണ്ടാമതുണ്ടാകുന്ന എന്താണ്? നിങ്ങൾ ഓരോരുത്തരിലും ആ ഒരു ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ വിനയം ഉണ്ടാവും, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഹ്യൂമിലിറ്റി. അപ്പോൾ ഈ 4 ഘടകങ്ങളാണ് ഒരു വ്യക്തിയിലുള്ളത്. ഈ 4 ഘടകങ്ങളിൽ ബുദ്ധിയെ മാത്രം വികസിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ചുരുങ്ങിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച്, ഈ ആശയത്തെക്കുറിച്ച് അറിവ് ശേഖരിക്കുന്നത്, ബോധ്യപ്പെടുന്നത് ഒരു അധ്യാപകൻ്റെ ദൗത്യം എന്താണ് എന്നുള്ള ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ ചടങ്ങാണ് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നതിലൂടെ സുന്ദരാനന്ദജി മഹാരാജ് നിർവഹിച്ചിരിക്കുന്ന. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് എത്തിക്കൊള്ളാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് സ്വഭാവത്തെ നിർമ്മിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ക്യാരക്ടർ ബിൽഡിംഗ് ആണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യമാണ്, അതിൻ്റെ ആഴങ്ങളിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ക്ഷണിച്ചത്. ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി വളരെ മനോഹരമായൊരു സംഭവമുണ്ട്.
വിവേകാനന്ദ സ്വാമികൾ ലോകപ്രസിദ്ധനായിരിക്കുന്ന ഒരു സമയത്ത് പാശ്ചാത്യരിൽ ചിലർ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, നിങ്ങളുടെ ഓരോ വാക്കിനും വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തുകൂടെ? നിങ്ങൾ ഈ കോട്ടൊക്കെ ഇടുന്നതിന് പകരം ഞങ്ങളെപ്പോലെ ടൈയൊക്കെ കെട്ടി ഷൂസൊക്കെ ഇട്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ധാരണയെന്ന് പറയുന്നത് ഈ വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കപ്പെടുന്നതെന്നുള്ള ഉപരിപ്ലവമായ ഒരു ആശയമാണ് ഇത്തരത്തിലുള്ള ചോദ്യത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തുകൂടെ, നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ എന്താ പറയുന്നത് അറിയാം? മറുപടിയായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ ഒരു തയ്യൽക്കാരനാണ് ഒരു വ്യക്തിയെ വലിയവനാക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിയെ വലിയവനാക്കുന്ന സ്വഭാവമാണ്. ആ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ക്യാരക്ടർ ബിൽഡിങ്. അപ്പം അത്തരത്തിലുള്ള സ്വഭാവ നിർമ്മാണം എന്ന് പറയുന്നത് ഞാൻ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിവിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക. അത് ഉള്ളിലെ അപാരമായ സാധ്യതകളെയായിരിക്കും തുറന്നു വെക്കുക. അങ്ങനെ ആ ഉള്ളിലെ അപാരമായ സാധ്യതകളെ ബോധ്യപ്പെടാനാണ് വിദ്യാഭ്യാസം ഉപകരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഗാന്ധിജി ഒരു വേദിയിൽ കയറി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വിറച്ചിട്ട് അത് പരാജിതനായിട്ട് മടങ്ങിപ്പോയൊരു വ്യക്തിയാണ്. 2-3 തവണ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അതായിരുന്നു അദ്ദേഹം കുറിപ്പടിയായിട്ടൊക്കെ പോയിട്ട് ആ കുറിപ്പടി പോലും കയ്യിൽ നിന്ന് താഴെ പോയി. പക്ഷെ അദ്ദേഹത്തിന് ഏതോ ഒരു ജീവിതത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ വെച്ച് ഉള്ളിലുള്ള വലിയ സാധ്യതകളെക്കുറിച്ച് ബോധ്യപ്പെട്ടു. ഇത്രയും വലിയ സാധ്യതകൾ എന്നിലുണ്ട്. ആ സാധ്യതകൾ അദ്ദേഹം ഉണർത്തിയെടുത്തു. അത് രാമനാമ ജപത്തിലൂടെ അദ്ദേഹം ഉണർത്തിയെടുത്ത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിന് ഏത് പ്രക്രിയയെ അവലംബിച്ചാലും ശരി നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക എന്നുള്ളത്. അബ്ദുൽ കലാം നിങ്ങൾ രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ രാമേശ്വരത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരു സാധാരണ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ കൂടി പാർക്കുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി ഉയരേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. മാത്രമല്ല വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പത്രം വിറ്റിട്ടാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഏതോ ഒരു തലത്തിൽ വെച്ച് ഉള്ളിലുള്ള സാധ്യതകളെപ്പറ്റി, അപാരമായ സാധ്യതകളെപ്പറ്റി അറിവ് ലഭിക്കുകയും അതിനെ ബോധ്യപ്പെടാൻ വേണ്ടി അതിൻ്റെ ആവിഷ്കരണം എന്ന് പറയുന്ന ഒരു പരിശീലന പദ്ധതിയിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, അദ്ദേഹം മരിച്ച സമയത്ത് കരയാത്തവരായിട്ട് ആരുമില്ല. ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൃത്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം അത്തരത്തിലുള്ള വലിയൊരു ഒരു വിശ്വവ്യക്തിത്വമായിട്ട്, ഒരു മാനവ വ്യക്തിത്വമായിട്ട് അദ്ദേഹം വികസിക്കുകയുണ്ടായി. അതായത് ഒരു ചെറിയ വ്യക്തിയെ, ഒരു ചെറിയ വ്യക്തിത്വത്തിൽ നിന്നും ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിത്വത്തിലേക്ക് വികസിപ്പിക്കുവാൻ ആണ് ഈ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ, നമ്മുടെ മുമ്പിലുള്ള ഒരു വിദ്യാർത്ഥിയെ അത്തരത്തിൽ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരമാണ് ഓരോ അധ്യാപകനിലും നിക്ഷിപ്തമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു അവസരം വേറൊരു ജോലിക്കാരനും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു വലിയ സൗഭാഗ്യം അത് അധ്യാപകർക്കാണ് കിട്ടിയിരിക്കുന്നത്. മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നത് ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പ്രതിമ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നതുപോലെ ഒരു വ്യക്തിത്വത്തെ നിർമ്മിച്ചെടുക്കുവാനുള്ള എല്ലാ സഹായവും ചെയ്യുവാനുള്ള ഒരു അവസരമാണ് അധ്യാപകർക്ക് നിക്ഷിപ്തമായിട്ടുള്ളത് എന്നുള്ള വലിയൊരു കാര്യത്തെ ഞാനിവിടെ മുമ്പിൽ വെച്ചുകൊണ്ട് 2 സന്യാസിമാരോട് സംസാരിക്കാനുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് സുന്ദരാനന്ദജി മഹാരാജിനോടും മറ്റ് ആശ്രമാധികൃതരോടുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.